ദ ആൻഡ് ആൻഡ് ഗ്രാസ് ഹോപ്പർ. ഉറുമ്പും പുൽച്ചാടിയും. കഥ കേൾക്കാം. ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ ഒരു പുൽച്ചാടി ജീവിച്ചിരുന്നു. അവനാട്ടെ മഹാമടിയനായിരുന്നു. കാട്ടിലെ എല്ലാ മൃഗങ്ങളും കാലത്ത് തീറ്റയും തേടി പോകുമ്പോൾ ഇവൻ കളിച്ച് ഉല്ലസിച്ച് നടക്കുമായിരുന്നു. ഒരു ദിവസം കുഞ്ഞനുറുമ്പിനെ കണ്ടപ്പോൾ അവൻ ചോദിച്ചു, എന്തിനാ കുഞ്ഞനുറുമ്പേ ഇങ്ങനെ പണിയെടുത്ത് സമയം കളയുന്നത്? നിനക്കെന്റെ പോലെ പാട്ടും പാടി ഡാൻസ് കളിച്ച് ഉറങ്ങി ഉല്ലസിച്ച് നടന്നൂടെ? കുഞ്ഞനുറുമ്പ് പറഞ്ഞു, ഓ, സമയമില്ല ചങ്ങാതി. ഈ നല്ല വസന്തകാലം കഴിഞ്ഞാൽ വിന്ററാണ് വരാൻ പോകുന്നത്, മഞ്ഞുകാലം. ഈ മഞ്ഞുകാലത്ത് നമുക്ക് എവിടെന്ന് തീറ്റ കിട്ടാനാണ്? ഞാൻ അല്പം ഫലങ്ങളും ധാന്യങ്ങളും ശേഖരിക്കട്ടെ. ഓ, നീ ഇങ്ങനെ ഒരു മഠയനായി പോയല്ലോ. എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കും. ഇടയ്ക്കെങ്കിലും ഒന്ന് പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ ഒക്കെ വന്നൂടെ? സമയമില്ല കൂട്ടുകാരാ. എനിക്ക് ഇനിയും ധാരാളം ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കണം. ഓ, അതാ മഞ്ഞുകാലമായല്ലോ. എന്തൊരു തണുപ്പ്! എവിടെയും ഒന്നും കഴിക്കാൻ കിട്ടാനില്ല. എന്തു ചെയ്യും? പുൽച്ചാടി പതിയെ വീട്ടിൽ നിന്ന് ഇറങ്ങി നോക്കി. അതാ ധാരാളം ഉറുമ്പിൻ കൂട്ടങ്ങൾ. നമ്മുടെ കുഞ്ഞനുറുമ്പ് ഉണ്ടോ അവിടെ? കുഞ്ഞനുറുമ്പേ, കുഞ്ഞനുറുമ്പേ, എനിക്ക് വിശക്കുന്നു. എന്തെങ്കിലും തരാനുണ്ടാകുമോ? ഞാൻ ഒന്നും ശേഖരിച്ചു വെച്ചില്ല. നീ അന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും കരുതിയാൽ മതിയായിരുന്നു. അതിനെന്താ ചങ്ങാതി, നീ ഇങ്ങു പോരൂ. ഞാൻ ധാരാളം ധാന്യങ്ങളും ഫലങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. നിനക്ക് തരാമല്ലോ. ഇനി കാലമറിഞ്ഞ് പ്രവർത്തിക്കണം കേട്ടോ. അവനവന് വേണ്ടുന്നത് അവനവൻ തന്നെ പ്രയത്നിച്ച് ശേഖരിച്ച് വെക്കണം. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് നമ്മൾക്ക് ഉപയോഗിക്കാമല്ലോ. താങ്ക് യു കുഞ്ഞിനുറുമ്പേ. ഞാൻ ഈ പാഠം എന്നും ഓർത്തു വയ്ക്കും. എനിക്ക് ഇന്ന് തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി. ഓക്കെ പുൽച്ചാടി, പിന്നെ കാണാമേ.